വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും പുതിയതാണ്. ഓരോ ദിവസവും നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു, സംഭവിക്കുന്നു. ഇതുപോലെ തന്നെ ഓരോ ദിവസവും കർത്താവിൻ്റെ സ്നേഹവും പുതിയതാണല്ലോ. പഴയത് കടന്നുപോയി. യേശുവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ്: യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചവനാണ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്തതും എന്നും സ്ഥായിയായി നിലനിൽക്കുന്നതുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുപക്ഷെ പലരും നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. പിന്നീട് പലരും നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ പിന്നോക്കം പോയിട്ടുണ്ട്. അങ്ങനെ സ്നേഹത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ വിലയിരുത്തി നോക്കിക്കേ. ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും, ഇപ്പോൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യ ഭർത്താവ്, ആ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ വളരെ മനോഹരമായി നല്ല സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി മുന്നേറുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അവരിലെല്ലാം സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങളും ചില ഭാവങ്ങളുമുണ്ട്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദാഹം കൂടിയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. ഞാൻ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിച്ചത് അതുപോലെയാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതെന്ന്. അപ്പോൾ സ്നേഹമെന്ന ഭാവത്തിനും ആ സ്നേഹത്തിൻ്റെ ശൈലിക്കും ഒത്തിരിയേറെ പ്രാധാന്യം ഇന്ന് ലോകത്തിലുണ്ട്. പല രീതിയിൽ നമ്മൾ പലരെ സ്നേഹിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ് എന്ന്. ചില വ്യക്തികൾ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കും. ചില വ്യക്തികൾ സ്വാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കും. എന്തു തന്നെയായാലും ചില കാലഘട്ടങ്ങളിൽ ഈ സ്നേഹത്തിലൊക്കെ എവിടെയോ കുറവുകൾ സംഭവിക്കുകയും അസ്വസ്ഥതകൾ സംഭവിക്കുകയും ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എന്നോ മാഞ്ഞു പോവുകയും പുതിയ ചില ആളുകൾ വരികയും, കാരണം ഓരോ ദിവസവും പുതിയതായതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ ആളുകളെ കാണുന്നു. ബന്ധങ്ങളുടെ മേഖലകളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ.
പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എപ്രകാരമായിരിക്കണമെന്നും എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. അവസാന വിധിയെക്കുറിച്ചാണ് മത്തായി ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. കർത്താവിൻ്റെ വചനം നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്, സ്നേഹമെന്നാൽ വെറുതെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ട് എന്നതിനപ്പുറത്ത് പ്രവൃത്തിയിലേക്കും നമ്മുടെ സ്നേഹം എത്തണമെന്നും പങ്കുവെപ്പിൻ്റെയും ഒരടയാളമായി സ്നേഹം മാറണമെന്നെല്ലാം ഈശോ പഠിപ്പിക്കുകയാണ്. കാരണം അവസാന വിധി ദിവസത്തിൽ, ആ വിധിയുടെ നാളുകളിൽ നമ്മളോട് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വെറുതെ നീ ഒരാളെ സ്നേഹിച്ചിരുന്നോ എന്നല്ല ചോദിക്കുന്നത്. നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയിരുന്ന അവസരത്തിൽ മറ്റൊരാളെ ശുശ്രൂഷിച്ചിരുന്നോ? മറ്റൊരാൾക്ക് സഹായം ആവശ്യമായിരുന്നപ്പോൾ അവരെ സഹായിച്ചിരുന്നോ? നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്ഥാനമാനങ്ങളും മാറ്റിവെച്ച് ത്യാഗത്തോടുകൂടി ചെയ്യേണ്ട നന്മ മറ്റൊരാൾക്ക് ചെയ്തിരുന്നോ? ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തീർച്ചയായും ഒന്നുകിൽ അവിടെ ഒരു സമയ നഷ്ടമുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ട്, ത്യാഗമുണ്ട്, നമ്മുടെ ആരോഗ്യ നഷ്ടമുണ്ട്. ഇതൊന്നും ഇല്ലാതെ, ഇതൊന്നും നഷ്ടപ്പെടുത്താതെ നമുക്കൊരാളെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. എവിടെ സ്നേഹമുണ്ടോ അവിടെ ത്യാഗമുണ്ട്. ഇനി നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു, നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്നു. ആ സഹായിച്ചതിൻ്റെ ഒരു കണക്ക് സൂക്ഷിച്ചുകൊണ്ട് നടക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. യഥാർത്ഥ ക്രൈസ്തവ സ്നേഹത്തിൽ ഒരിക്കലും ചെയ്ത നന്മയെക്കുറിച്ചോ ചെയ്ത സ്നേഹകാരുണ്യത്തെക്കുറിച്ചോ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ അടുക്കൽ പോയി പറഞ്ഞ് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിന് കണക്കുകളില്ല. അത് നിസ്വാർത്ഥപരമായ സ്നേഹമാണ്. നമുക്കതിനുള്ള പ്രതിഫലം കിട്ടും. അവസാന വിധി ദിവസത്തിൽ നമ്മൾ വിധിയാളനായി നിൽക്കുമ്പോൾ നമ്മളോട് പറയും, നീ കാരുണ്യവാനായിരുന്നു, നീ ദയാലുവായിരുന്നു, അതുകൊണ്ട് നിൻ്റെ മുന്നോട്ടുള്ള ജീവിതം, നിൻ്റെ നിത്യജീവൻ എന്ന് പറയുന്നത് സ്നേഹസൗഹൃദത്തിലും പ്രസാദപരത്തിലുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും തിരിച്ച് എനിക്ക് ഇന്നത് കിട്ടണം, തിരിച്ച് ഇന്നതൊക്കെ എനിക്ക് സമ്പാദിക്കണം, തിരിച്ച് എന്നെ സ്നേഹിക്കണം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിന് എവിടെയൊക്കെയോ കളങ്കം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൾ സങ്കടപ്പെട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു ദേശത്തുള്ള വ്യക്തികൾ മുഴുവൻ അവളെ പാപികളുടെ ഗണത്തിൽ ചേർത്തു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, അവളുടെ അടുക്കൽ ഈശോ നീ പാപിയല്ല, നീ പാപം ചെയ്തിട്ടില്ല എന്നൊന്നും ഈശോ ചോദിച്ചിട്ടില്ല. മറിച്ച് ഈശോ അവിടെ പറഞ്ഞ കാര്യം എന്താ? ഈശോ അവളെ വിധിച്ചില്ല. മറിച്ച് അവിടെ കൂടിയിരുന്ന മറ്റുള്ള വ്യക്തികളോട് ഈശോ ചോദിച്ചു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന്. ഈശോ ഒരിക്കലും അവളെ വിധിച്ചിട്ടില്ല, അവളോടൊന്നും ചോദിച്ചില്ല. മറിച്ച് അവിടെ കൂടിയിരുന്ന മറ്റുള്ള വ്യക്തികളോടാണ് ഈശോ ചോദിച്ചത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന്. ദൈവത്തിൻ്റെ ഒരു കരുണയുടെ ഭാവമായിരുന്നു അത്. ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഭാവമായിരുന്നു. ഞാനും നിന്നെ വിധിക്കില്ല എന്ന് പറഞ്ഞ് ഈശോ അവളെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. കുത്തുവാക്കുകൾ പറയാതെ, പഴിച്ച് സംസാരിക്കാതെ, ദയയോടും കരുതലോടും കരുണയോടും കൂടി അവളോട് പെരുമാറിയപ്പോൾ അവളുടെ ജീവിതത്തിൽ മനസാന്തരങ്ങളുണ്ടായി. പിന്നീട് അവൾ യേശുവിന് വേണ്ടി പ്രഘോഷിക്കുന്ന ഒരു ശിഷ്യയായി മാറി. പ്രിയപ്പെട്ടവരെ, ഒരു നവീകരണ അനുഭവത്തിലേക്ക് അവൾ കടന്നു വന്നു.
മനുഷ്യജീവിതത്തിൽ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, പോരായ്മകളുണ്ട്. നമ്മളൊക്കെ മറ്റൊരാൾ വ്യക്തിയെ വിധിക്കുന്നതിനപ്പുറത്ത് ആദ്യം ഞാൻ എന്നെ തന്നെയാണ് വിധിക്കേണ്ടത്. എനിക്കും മറ്റൊരു വ്യക്തിയെ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ മകനായി കണ്ട്, ദൈവത്തിൻ്റെ മകളായി കണ്ട്, ആ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച സ്നേഹം, അല്ലെങ്കിൽ ഈശോ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രേരണയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനുഷികമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ചിലരെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് ഒരുപാട് ധനസഹായം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വേദനയിൽ ഞാൻ കൂട്ടായിരുന്നിട്ടുണ്ട്, പക്ഷേ തിരിച്ച് അദ്ദേഹം എന്നോട് ഒരു സ്നേഹത്തിൻ്റെ വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ കണക്ക് പറയുന്ന വ്യക്തികളായി മാറുകയാണ്. യഥാർത്ഥ ക്രൈസ്തവ സ്നേഹം, ക്രിസ്തു കാണിച്ചുന്ന സ്നേഹം ഇതുപോലെയുള്ള കണക്ക് പറയുന്ന സ്നേഹമല്ല. കർത്താവ് ആരോടും കണക്ക് ചോദിച്ചില്ല, ആരോടും കർത്താവ് കണക്ക് പറഞ്ഞില്ല. പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ പോലും കഴുകി ശൂന്യവൽക്കരണത്തിൻ്റെയും എളിമയുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പങ്കുചേരലിൻ്റെയും ഒരു മാതൃക മാത്രമേ കർത്താവ് കാണിച്ചു തന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി കർത്താവ് ഇടറുന്നവരെ താങ്ങി, വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തൂ. ഈ സ്നേഹമാണ് ക്രിസ്തു സ്നേഹം. വേദനിക്കുന്നവരുടെയും പീഡനങ്ങൾ ഏറ്റിരിക്കുന്നവരുടെയും കഷ്ടത അനുഭവിക്കുന്നവരുടെയും കൂടെ നിന്നുകൊണ്ട് അവരെ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലും വലിയ ഒരു സ്നേഹത്തിൻ്റെ ഭാവം ഉണർന്നു. ക്രിസ്തു കാണിച്ചു തന്ന ഭാവം ഈ ഭാവം തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ രോഗികളായി കഴിഞ്ഞിരുന്നവരെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരൊക്കെ എത്രമാത്രം കരുതലോടുകൂടിയാണ് ശുശ്രൂഷിച്ചിരുന്നത്. നമ്മളത് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഒത്തിരിയേറെ ത്യാഗത്തോടും സ്നേഹത്തോടും കൂടി ശുശ്രൂഷിക്കുന്നത്. പ്രിയപ്പെട്ട മരുമക്കൾ തിരക്ക് പിടിച്ച ജോലിയിലാണെങ്കിൽ പോലും അവർ നേരം പരപരാ വെളുക്കുമ്പോഴേക്കും എഴുന്നേറ്റ് കുടുംബത്തിലെ അടുക്കള പണികൾ ചെയ്ത്, മറ്റ് കർത്തവ്യങ്ങൾ ചെയ്ത്, രോഗികളായി കിടക്കുന്ന അപ്പനെയും അമ്മയെയും ശുശ്രൂഷിച്ച് അവരുടെ കരുതലും സ്നേഹവും പ്രകടിപ്പിച്ച് തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം തിരക്കിട്ട് ജോലി സ്ഥലത്തേക്ക് പോകും. ജോലിയിലായിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ അവർ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചിന്തയുണ്ടാവും, അപ്പനും അമ്മയും എങ്ങനെയായിരിക്കുമാവോ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ച് ഓടി വരുമ്പോഴും അവർ ഓടി ചെല്ലുന്നത് അപ്പൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്നേഹമാണ് കരുതലിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. കാലഘട്ടം മാറി ന്യൂ ജനറേഷൻ സ്റ്റൈലിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ന്യൂജൻ മരുമക്കൾ എന്ന് പറയുന്ന ചില വ്യക്തികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായമായ മാതാപിതാക്കളെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ ഏതെങ്കിലും അനാഥാലയങ്ങളിലേക്കോ വൃദ്ധമന്ദിരങ്ങളിലേക്കോ പറഞ്ഞു വിടാനുള്ള പ്രേരണ പോലും ഉണ്ടാകുന്നുണ്ട്. ഇനി അവർ വീട്ടിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളുടെ അടുക്കലൊന്ന് പോയി സംസാരിക്കാനോ അവരോട് കുശലങ്ങൾ ചോദിക്കാനോ സ്നേഹം പങ്കിടാനോ അവർക്ക് സമയമില്ല. ഇന്ന് തിരക്കിൻ്റെ യുഗമാണ്. ഈ തിരക്കിൻ്റെ യുഗമായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ളതിൻ്റെ പിന്നാലെ പോകുവാനും ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കാനുമാണ് താല്പര്യം കൂടുതൽ. ഇന്ന് വൃദ്ധരായ മാതാപിതാക്കളുടെ അടുക്കൽ പോയിരിക്കുമ്പോൾ ചില മക്കൾ പറയും, ഞങ്ങൾക്ക് ബോറടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജന്മം മുഴുവൻ ചങ്കുപൊട്ടി പണിയെടുത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മെ വളർത്തി വലുതാക്കിയവരാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. എന്നിട്ട് അവരുടെ ഒരു ജന്മത്തിൻ്റെ വ്യാഴവട്ടക്കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി അവരെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മുറിയുടെ കോണിൽ കൊണ്ടുപോയി അവരെ സ്ഥാപിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് അവരുടെ വാർദ്ധക്യ അവസ്ഥയിലാണ് നമ്മുടെ സ്നേഹം കൂടുതലായി അവരോട് കാണിക്കേണ്ടത്.
അവരുടെ വാർദ്ധക്യ അവസ്ഥയിലാണ് നമ്മുടെ സാന്നിധ്യം കൂടുതലായി അവരോടൊപ്പം ഉണ്ടായിരിക്കേണ്ടത്. സമയം നമ്മൾ കൂടുതൽ ചെലവഴിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പമാണ്. വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുടെ അടുത്ത് പോയിരുന്ന് അല്പമൊരു സാന്നിധ്യവും സാമീപ്യവും അതുവഴി സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കലും നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറും. ഒരുപക്ഷെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും ഒരുപാട് വിലയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അവർ നമുക്ക് വേണ്ടി ഒരുപക്ഷെ ദൈവ തിരുസന്നിധിയിലേക്ക് അവരുടെ കരങ്ങൾ ഉയർത്തും, അവരുടെ മനസ്സും ഹൃദയവും ഉയർത്തും. അവർ പ്രാർത്ഥിക്കും, എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ മരുമക്കളെ, അവരുടെ കുഞ്ഞുങ്ങളെ ദൈവമേ കാത്തോണേ എന്ന്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും മരുമക്കളും അവരുടെ കുഞ്ഞുമക്കളുമെല്ലാം വൃദ്ധരായ മാതാപിതാക്കളോടൊപ്പം വേണം തങ്ങളുടെ സമയം ചെലവഴിക്കാൻ. കുഞ്ഞുമക്കളെയൊക്കെ വിദേശത്തു നിന്ന് വരുമ്പോൾ മാതാപിതാക്കളുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോടൊപ്പം ഇരുത്തി അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും അതിനു മാത്രം നമുക്ക് സമയമില്ലാതെ വരികയാണ്. പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടികൾ എൻ്റെ അടുക്കിലേക്കൊന്ന് വരട്ടെ, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ അവരുടെ ചിന്തയും അവരുടെ ആഗ്രഹവുമാണ്. പ്രിയപ്പെട്ട മക്കളാണ് അത് സാധിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മളൊരു പ്രായമായ ഒരു അമ്മയെയോ അപ്പനെയോ ശുശ്രൂഷിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ വലിയ ഒരു ശുശ്രൂഷയായിട്ടാണ് അത് ചെയ്യുന്നതെന്ന്. അതൊരു ശുശ്രൂഷയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എനിക്ക് ഇതുപോലുള്ള ഒരു അപ്പനെ അമ്മയെ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. കാരണം ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഇനി പ്രിയപ്പെട്ട ചില മരുമക്കൾ പറയാറുണ്ട്, മടുത്തു പോകുന്നുണ്ട്. മടുപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ തീർച്ചയായിട്ടും മടുപ്പുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും എപ്പോഴും ഞാൻ മടുത്തു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹമില്ലാതെയാണ് ആ വ്യക്തിയെ ശുശ്രൂഷിക്കുന്നത്. സ്നേഹത്തോടു കൂടി ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ, സ്നേഹത്തോടു കൂടി ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ നമ്മളാരും മടുക്കില്ല. നേഴ്സിംഗ് ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും എല്ലാ ദിവസവും എത്രയോ രോഗികളെയാണ് പരിചരിക്കുന്നത്. തങ്ങളായിരിക്കുന്ന ആ ജീവിത അവസ്ഥയിൽ സന്തോഷവും സംതൃപ്തിയും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കെന്നും പറയാനുള്ളത് ഞാൻ മടുത്തു എന്നാണ്. പക്ഷേ ആ മേഖലയോട് താല്പര്യവും സ്നേഹവുമുള്ളവർ എത്രയോ തീഷ്ണതയോടും സന്തോഷത്തോടും കൂടിയാണ് ആ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ചില നേഴ്സുമാർ പ്രിയപ്പെട്ട വൃദ്ധരായ ഒരു പരിചയവുമില്ലാത്ത അപ്പനെയും അമ്മയെയും പരിചരിക്കാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ രോഗിയായി കിടക്കുന്ന അമ്മയും അപ്പനും ആ നേഴ്സിംഗ് കുട്ടികളെ വിളിക്കുന്നത് എന്താ, മോനെ മോളെ എന്നല്ലേ. എത്ര അനുഭവങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. കാരണം സ്വന്തം മകനെ പോലെ സ്വന്തം മകളെ പോലെ അവർ ആ കൂടെ ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ സ്നേഹത്തോടു കൂടി ഒന്നായിരിക്കുമ്പോൾ, സന്തോഷത്തോടു കൂടി ഒന്നായിരിക്കുമ്പോൾ എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നഴ്സിംഗ് മേഖലയിലായിരിക്കുന്ന ഒരു കുട്ടി പറയുകയുണ്ടായി, വൃദ്ധരായ ഒരപ്പനും അമ്മയും ആശുപത്രിയിൽ വന്നിട്ട് പ്രിയപ്പെട്ട വൃദ്ധനായ അവിടുത്തെ കുടുംബനാഥനായിരുന്നു രോഗിയായി കിടന്നിരുന്നത്. അദ്ദേഹം രോഗിയായിട്ട് കിടക്കുന്നു, കൂടെ പരിചരിക്കുന്ന ഭാര്യ. ഈ നേഴ്സിംഗ് കുട്ടി അവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത്യാവശ്യം നല്ല ധനാഢ്യരായ കുടുംബമാണ്. പക്ഷേ മക്കളൊക്കെ വിദേശത്താണ്. ആരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഈ രോഗികളായവരെ അല്ലെങ്കിൽ ഈ രോഗിയായ ഈ അപ്പനെ പരിചരിക്കുന്ന സമയത്ത് അവരുടെ വായിൽ നിന്നും വരുന്ന വാക്ക് മോളെ മോനെ എന്ന് മാത്രമാണ്. അവിടെ കടന്നു വരുന്ന നേഴ്സിംഗ് കുട്ടികളെല്ലാം മോളെ മോനെ എന്ന് വിളിക്കുകയാണ് ഇവർ. എന്നാൽ ആ ഒരു പരിചരണവും സ്നേഹവും കരുതലും അവർ കൊടുക്കുന്നുണ്ട്. ഒരു മകനെ പോലെ ഒരു മകളെ പോലെ ആയിരുന്നു കൊണ്ട് അവരെ പരിചരിക്കുമ്പോൾ
ഇത് അവരുടെ മനസ്സിന് എന്തുമാത്രം ആശ്വാസവും സന്തോഷവും കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പക്ഷേ അനേകം പേരുടെ മകനോ മകളോ ആവാൻ സാധിക്കുകയില്ല, അപ്പനോ അമ്മയോ ആവാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ സ്നേഹ സാന്നിധ്യം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്, അവരും ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ആ ബോധ്യവും യാഥാർത്ഥ്യവും നമുക്കുണ്ടെങ്കിൽ ക്രിസ്തു നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃക നമുക്ക് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളുടെ ഇടയിൽ, ഞാൻ ചെയ്ത സേവനത്തിൻ്റെ ഇടയിൽ ഒരിക്കലും എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. എന്നും സന്തോഷത്തോടെ തീഷ്ണതയോടുകൂടി എനിക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ സ്നേഹമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ മടുക്കും, പരിഭവങ്ങളുണ്ടാവും, ആ വ്യക്തിയെക്കുറിച്ച് കുറ്റങ്ങൾ പറയാൻ തുടങ്ങും. എന്നാൽ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ഒരാളെ ശുശ്രൂഷിക്കുന്നതെങ്കിൽ അവിടെ പരിഭവം പറയില്ല. നമ്മൾ മറ്റൊരു വ്യക്തിയോട് ആ വ്യക്തിയുടെ കുറവുകളെക്കുറിച്ച് ഒന്നും പറയില്ല, മറിച്ച് സന്തോഷത്തോടു കൂടി നമ്മൾ സംസാരിക്കുകയുള്ളൂ. ഇതാണ് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവർക്കത് മനസ്സിലാകണമെന്ന്. മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവർക്ക് അത് മനസ്സിലാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരാളെ ശുശ്രൂഷിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിയുമായി നമ്മുടെ സമയം പങ്കുവയ്ക്കുമ്പോൾ അവിടെയെല്ലാം ത്യാഗമുണ്ട്. ആ വ്യക്തിക്കത് മനസ്സിലാകും, ഈ മകൻ, ഈ മകൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് എന്നോടൊപ്പം ആയിരിക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ത്യാഗമെന്ന് പറയുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞുവല്ലോ, എൻ്റെ ദൈവവിളി സ്നേഹമാണ് എന്ന്, എൻ്റെ ദൈവവിളി സ്നേഹമാണ് എന്ന്. സ്നേഹത്തിൽ ഒരിക്കലും പരാതികളില്ല, സ്നേഹത്തിൽ ഒരിക്കലും പരാതികളില്ല. നമ്മുടെ പ്രിയപ്പെട്ട വൃദ്ധരായവരൊക്കെ അല്ലെങ്കിൽ രോഗികളായവരൊക്കെ ഒരു കാലഘട്ടത്തിൽ പറയും, എന്തുമാത്രം സഹനങ്ങളുണ്ടായാലും അത് മറ്റൊരാളോട് പറയില്ല, അവർ മിണ്ടാതിരിക്കുകയുള്ളൂ. കാരണം എൻ്റെ മകന് മകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ അത് സഹിക്കും, അവർ മിണ്ടാതിരിക്കും. അപ്പോഴാണ് ചിലപ്പോൾ മകൻ അല്ലെങ്കിൽ മകൾ തിരിച്ചറിയുന്നത്, അയ്യോ എന്നാലും അമ്മ അപ്പൻ ഒന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവർ പറയും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാതിരുന്നതെന്ന്. അറിയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് സ്നേഹവും കൂട്ടായ്മയും വളരുന്നത്. ഒരു കൂട്ടായ്മ വളരണമെങ്കിൽ ഏറ്റവും പ്രധാനമായിരിക്കേണ്ടത് കൂടെയുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൂടെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. കൂടെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കാൻ താല്പര്യം കാണിക്കുമ്പോൾ അവിടെ വലിയ സ്നേഹം വളരും. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ വളർച്ച, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. കർത്താവ് എപ്പോഴും നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നമ്മെ സ്നേഹിക്കുന്നവനാണ്. ഒരുപക്ഷെ ഈ ഭൂമിയിലുള്ള ആർക്കും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും പോരായ്മകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ക്രിസ്തു സ്നേഹം മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള സ്നേഹമുള്ളൂ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് കീഴേ മറ്റേതൊരു സ്നേഹവും രൂപപ്പെടാവുള്ളൂ. ഈശോ നമ്മളോട് പറയുന്നു, ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും. ജീവിത അവസാനം വരെ എന്നും നമ്മളോടൊപ്പമുള്ള സ്നേഹമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ജീവിത അവസാനം വരെ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ്. ഒരു വ്യക്തിക്കും ജനിച്ച അന്നു മുതൽ മരിച്ച അന്ന് വരെ നമ്മെ ഗാഢമായി സ്നേഹിച്ച് എപ്പോഴും നമ്മളോട് കൂടെയായിരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹപ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളോട് ചേർന്ന് നിന്ന് നമ്മെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ചില കാലഘട്ടങ്ങളിലെങ്കിലും ചില രീതിയിലുള്ള പിണക്കങ്ങൾ, ചില കുറവുകൾ, ചില പോരായ്മകൾ നമ്മുടെയും അവരുടെയും ജീവിതത്തിൽ കടന്നു വരും. അത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ഒരിക്കലും പരാതികളില്ലാതെ, പരിഭവമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. ഈ സ്നേഹം എന്നും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം. ഈ സ്നേഹം എപ്പോഴും നമ്മൾ ചേർത്ത് വയ്ക്കണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്
നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ആ ഉറപ്പിൽ നമ്മളെപ്പോഴും വിശ്വസിക്കണം. എന്നും എപ്പോഴും എവിടെയും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണല്ലോ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹത്തോടെ ചുംബിക്കുക, മരിച്ചതിന് ശേഷമല്ല ചുംബിക്കേണ്ടെന്ന് പറയുന്നത്. ജീവിച്ചിരുന്ന കാലത്ത് ഒരു റോസാപ്പൂ പോലും കൊടുക്കാതെ മരിച്ചതിന് ശേഷം വന്ന് വലിയ ഒരു റീത്ത് വയ്ക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഒരിക്കൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന കുടുംബനാഥൻ്റെ മകൾ വിദേശത്തായതുകൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ നീട്ടിവെച്ചിരിക്കുകയാണ്. പറഞ്ഞ സമയത്തിനപ്പുറത്ത് ഇതാ മകൾ വിദേശത്തു നിന്നും പറന്നെത്തി, ഓടിക്കതച്ച് മകൾ വന്നു. എല്ലാവരും നോക്കി നിൽക്കുന്ന ഈ രംഗം. അപ്പോൾ മകളിതാ അലമുറയിട്ട് കരയുകയാണ്. ആ മകൾ അലമുറയിട്ട് കരഞ്ഞു. അവളെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. എങ്കിലും അപ്പൻ എന്നെ വിട്ടു പോയല്ലോ, എങ്കിലും അപ്പൻ എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോണേ? അങ്ങനെ ഇതുപോലുള്ള കുറേ ഡയലോഗുകൾ ഈ മകൾ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുക. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടു നിന്നിരുന്ന പലർക്കും ഇതൊരു രസമായിട്ട് തോന്നിയുള്ളൂ. അവളുടെ മനസ്സിൽ നിന്നും അഗാധമായി ഇറങ്ങുന്ന ഒരു സ്നേഹമാണെന്ന് ആർക്കും അത് തോന്നിയില്ല. കാരണം അപ്പൻ രോഗിയായി കുറേ നാൾ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഒരിക്കൽ പോലും ആ മകൾക്ക് അവിടെ നിന്ന് വന്ന് കാണാൻ പറ്റുകയില്ല. ജോലി തിരക്ക്. ഇന്നെല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. നാട്ടിലുള്ളവർ പറയും എന്തേ വരാത്തെ. പക്ഷേ വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കൾ പറയും, നാട്ടിലുള്ളവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അവിടുന്ന് ജോലിയൊക്കെ ഒഴിവെടുത്ത് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളുടെ പഠനമുണ്ട്, ഭാര്യയുടെ ജോലി, ഭർത്താവിൻ്റെ ജോലി, അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട്. അവിടെ നിന്നും അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് എന്തു ചെയ്യും? അപ്പൻ അധികം താമസിക്കാതെ മരിക്കുമെന്ന് ഇവർക്കെല്ലാം അറിയാം. അപ്പം മരിച്ചു കഴിയുമ്പോൾ വരാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ വന്ന് കണ്ട് അപ്പം മരിച്ചില്ലെങ്കിൽ തിരിച്ചു പോകണം. അതിനുശേഷം അപ്പം മരിച്ചു കഴിയുമ്പോൾ വീണ്ടും വരണം. അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കും മക്കൾ എന്തേ വരാത്തതെന്ന്. അതുകൊണ്ട് എന്തു ചെയ്യും? അപ്പം മരിക്കുന്നത് വരെ കാത്തിരിക്കും. അപ്പം മരിച്ചു കഴിയുമ്പോൾ ഓടി വന്ന് പെട്ടിയുടെ മുകളിലേക്ക് വീണിട്ട് അലമുറയിട്ട് ഒരു കരച്ചിലും. അതോടുകൂടി അത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹം നിസ്വാർത്ഥമായിരിക്കട്ടെ. ജീവിച്ചിരിക്കുമ്പോഴാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് സ്നേഹപ്രകടനമാണ് കാണിക്കേണ്ടത്? അതുകൊണ്ട് മാതാപിതാക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അവർ അർഹിക്കുന്ന സമയത്ത് നമ്മുടെ സ്നേഹം നമ്മൾ പങ്കുവെക്കണം. ആ ഒരു മനസ്സാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുക, നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുക, അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യം പോലെ നൽകുക. അവിടെ ഒരുപക്ഷെ ത്യാഗവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രിസ്തു സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ആ ത്യാഗത്തിനും ആ ബുദ്ധിമുട്ടുകൾക്കും പ്രതിഫലം കർത്താവ് നമുക്ക് തരും. അതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാന ദിവസത്തിൽ നമുക്ക് എന്ത് സംഭവിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ തിരഞ്ഞെടുപ്പെന്നെല്ലാം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്കും ജീവിക്കാം. ഈശോ നമ്മളെ യഥാർത്ഥ നിത്യജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറച്ച് അങ്ങ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.